ചിരിച്ചും കളിച്ചും നടന്ന നിങ്ങളുടെ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞു. ആധ്യാത്മിക ജീവിതം ആരംഭിക്കുകയാണ്. നാളെ മുതൽ നിങ്ങളുടെ ഈ വില കൂടിയ ഉടുപ്പുകൾ ധരിക്കുക നമ്മുടെ അനാഥാലയത്തിലെ കുട്ടികളായിരിക്കും. ഇത് അളവ് നോക്കാനിട്ടതല്ലേ? ഇന്ന് രാത്രിയോട് ഞങ്ങൾക്ക് സ്വന്തം ഉടുപ്പുകൾ ധരിച്ചുകൂടെ മദർ? നീ ആദ്യമേ ആള് ശരിയല്ല. ഈ ജന്മം മുഴുവൻ കന്യാസ്ത്രീയാവാമെന്ന നിനക്ക് ഒരു രാത്രി വസ്ത്രമിടാനുള്ള ആശ അടക്കാനാവുന്നില്ല അല്ലടി? എന്റെ കർത്താവേ, ഈ കുഞ്ഞാടുകളെ നീ നേർവഴിക്ക് നയിക്കണമേ. ഓരോന്നിനും 10,000-3000 രൂപ വില. എന്നാ ബാങ്കിൽ കൊണ്ടിന്ന് പണയം വേടി. നീ കന്യാസ്ത്രീയാവാൻ തന്നെയാണോ വന്നത്, അതോ ഈ മടം പൊളിച്ചെടുക്കാനോ? മര്യാദക്ക് നിന്നോണം. അല്ല, കുഴിമറ്റത്തിൽ അന്ന എവിടെ? പഴയ അന്ന മരിച്ചുപോയി. അവൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ വന്നതാ. ഈ അന്ന ചാൾസിന്റെ മണവാട്ടിയാ. കർത്താവേ, എന്താ ചാൾസ്? ഒന്നുമില്ല, എല്ലാം എന്റെ ഭാഗ്യം പറയായിരുന്നു. ഭാഗ്യൊന്നല്ല, ഈ കള്ളന്റെ കഴിവ് തന്നെയാ. കന്യാസ്ത്രീയാകാൻ വന്ന എന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് കർത്താവ് മാപ്പ് തരുമോ ചാൾസ്? തീർച്ചയായും. കർത്താവിനെല്ലാം അറിയാം. അങ്ങനെ മനുഷ്യപുത്രനല്ലായിരുന്നോ? നാളെ മഠത്തിൽ എന്റെ കൂട്ടുകാരികളെല്ലാം തിരുവസ്ത്രം അണിയുക. അവരിപ്പോ വസ്ത്രം കണ്ടു നിൽക്കണോ? അതല്ല, തിരുവസ്ത്രം, ഹോളി ഡ്രസ്. ഓ, കന്യാസ്ത്രീ വേഷം. അയ്യോ, ചതിക്കല്ലേ, അതൊന്നും എടുത്തിട്ടേക്കല്ലേ. അതിനു മുമ്പ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. എവിടേക്ക്? ഞാൻ എവിടേക്ക് വിളിച്ചാലും എന്റെ അന്ന വരില്ലേ? വരും. എന്റെ ചാൾസ് വിളിച്ച എവിടേക്ക് വേണമെങ്കിലും ഈ അന്ന വരും. എനിക്ക് ഡാഡിയും മമ്മിയും ഒന്ന് കാണാൻ കൊതിയാവുന്നു. അതിനെന്താ, അവരിവിടെ തന്നെയുണ്ട്. അന്നെ അവരെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇത്ര പാടുപെട്ടത്. ഇവിടെയോ? ചാൾസിന്റെ ഡാഡിയും മമ്മിയും ഇംഗ്ലണ്ടിലാണെന്നല്ലേ പറഞ്ഞത്? ഇവിടെന്ന് വെച്ചാ ഇവിടെ അമ്മ ഇവിടെ, ഡാഡി ഇവിടെ. കള്ളൻ. എന്തേ? ഇവിടെ ഞാനല്ലേ ഉള്ളത്? നീ എന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണെന്ന, അടി മുതൽ മുടി വരെ. സത്യം പറ, നിന്റെ മനസ്സിലിപ്പോ ക്രിസ്തുവിന്റെ മണവാട്ടിയാവണോന്ന് ഒട്ടും മോഹമില്ലേ? ഇല്ല ചാൾസ്, ഈ മനസ്സിലിപ്പോ ഒരാഗ്രഹമേ ഉള്ളൂ. എനിക്ക് എന്റെ ചാൾസിന്റെ മണവാട്ടി ആവണം. എന്റെ അന്ന, സത്യമാണോ നീ പറയുന്നത്? സത്യം, സത്യം, സത്യം. എന്റെ അമ്മച്ചി രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? അന്ന, ഗെറ്റ് റെഡി ഫോർ എ ട്രിപ്പ്. Trip? Yeah. Oh, you mean a honeymoon trip? Yes, you catch it. A wonderful trip. Yeah. Well done, my poor boys. വംശനാശം വന്ന എന്റെ കുടുംബത്തെ രക്ഷിച്ചതിന് ഞാൻ എങ്ങനെ നന്ദി പറയണം? നന്ദി പറയായിട്ട് വേണ്ട, പണമായിട്ട് മതി. ഹലോ, പണമൊക്കെ അന്യെ കൊണ്ടുവന്നതിന് ശേഷം ഈ ഹെൻറി എന്ന കൺട്രി ഇനി മിണ്ടാൻ പാടില്ല. അച്ചായൻ തെണ്ടും. ഞാൻ എന്റെ പാട്ടിന് പോകും. എന്റെ അന്നമോളെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിലും ജനിപ്പിച്ചത് നീയാ. അപ്പൊ ഞാൻ ഇനി തന്തയായിട്ട് അഭിനയിക്കണം? അതല്ല, പുനർജനിപ്പിച്ച കാര്യം പറഞ്ഞത്. പൗലോചൻ നല്ല ഫിറ്റ, മുള്ളിട്ട് മുറി പോയി കിടന്നുറങ്ങും. യുവമാരോട് ബിസിനസ് ഞാൻ സംസാരിക്കും. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണെന്ന്. അതുണ്ടാക്കി തന്ന ഇവരോട് സംസാരിച്ച് എനിക്ക് മരിക്കണം. അതുണ്ടാക്കി തന്നത് ഞാനാ. ഈ പരട്ടകളെ പരിചയപ്പെടുത്തിയതും അഡ്വാൻസ് കൊടുപ്പിച്ചത് ഞാനാ. എന്നാ പിന്നെ തനിക്ക് പോയി പ്രേമിച്ച് വളയ്ക്കാൻ മേലായിരുന്നോ? അതിന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ പുരുഷരത്നം. മണിരത്നത്തിന്റെ അനിയനാ. ഇതുപോലെ തരംതാണ് ചെറ്റത്തരത്തിന് എന്നെ കിട്ടൂല. എന്റെ മോളെ പ്രേമിക്കുന്നത് ചെറ്റത്തരമാണോടാ? അയ്യോ, അതിനുള്ള യോഗ്യത ഈ ചെറ്റക്കില്ലെന്നാ പറഞ്ഞു. അപ്പൊ ചാൾസ് മോനെ, എന്താ മോനെ? നീ എന്റെ മോളെ എപ്പോ കൊണ്ടുവരും? നാളെ രാവിലെ ഇതേ ഹോട്ടലില് റൂം നമ്പർ 118 ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചാൾസ്. എനിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോയി രജിസ്റ്റർ മാരേജ് നടത്തണം. പിന്നെ ആർക്കും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് കർത്താവിനെ മാത്രം സാക്ഷി നിർത്തി ചാൾസ് എന്റെ കഴുത്തിൽ താലി കെട്ടണം. അതെന്തിനാ? അതോ എന്റെ ചാൾസിനെ എന്നിൽ തന്നെ കുരുക്കിയിടാൻ. ഞാൻ പോയി നമുക്ക് പോവാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ഇപ്പൊ തന്നെ പോണോ? എന്റെ ചാൾസിനെ കണ്ട് കൊതി തീർന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം. കുറച്ച് കഴിഞ്ഞാൽ ആകെ കൊളമാകും. അതെന്താ? അത് പിന്നെ വണ്ടി കിട്ടിയില്ലെങ്കിലോ? കൂടി വന്ന 10 മിനിറ്റ്, അതിനുള്ളിൽ കംപ്ലീറ്റ് ഓക്കെ. എന്തോക്കെ? ടിക്കറ്റ് ഓക്കെ.
അന്നയുടെ മനസ്സിൽ ഒരു വിവാഹ ജീവിതത്തിനുള്ള കൊതിയും ആഗ്രഹങ്ങളും ഒക്കെ ശരിക്കുണ്ടല്ലോ അല്ലേ? ചാൾസിന് ഇപ്പോഴും ഈ കാര്യത്തിൽ സംശയമാണോ? ഏയ് അതുകൊണ്ടൊന്നുമല്ല. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ ഒക്കെ വെറുതെയാവും. ചാൾസ് ധൈര്യമായിട്ട് പോയി വരൂ. താങ്ക് യു. ആ? പോയി വരട്ടെ. എടാ മോനെ വേണ്ട 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 വേണ്ട, ഇത് അമ്മ. അന്നയുടെ അല്ലേ? അതേ മുഖം. ഇവൻ ആരാണെന്ന് അറിയോ? ഇല്ല. ഇവനാണ് നമ്മൾ അന്നമോളെ വളച്ച് കല്യാണത്തിന് സമ്മതിപ്പിച്ച ശൃംഗാരി. ശൃംഗാരവേലൻ ഞാനാ അപ്പോയിന്റ് ചെയ്തത്. എടാ ചെറുക്ക, ശൃംഗാരത്തിനും കൂടിയിട്ടേ നീ വല്ല കുരുത്തക്കേട് എന്റെ കൊച്ചിനോട് കാണിച്ചിട്ടുണ്ടോ? നോ ബോഡി ടച്ചിങ്. തൊട്ടിട്ട് പോലുമില്ല. അമ്മച്ചിയാണ് സത്യം. തൊടാൻ അനവധി അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും തൊട്ടിട്ടില്ല. അതാണ് ചാൾസ്. പവിത്രയും പരിശുദ്ധയും കന്യകയുമായ നിങ്ങളുടെ മകളെ ഞാൻ മടത്തിന്ന് പുറത്തിയടിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ കാശെടുക്ക. എന്റെ മോക്ക് ആത്മീയ വിചാരമൊക്കെ മാറി ശരിക്കും ആണുങ്ങളോട് പ്രേമായോ? അതായി കാണും. ഇവൻ ആള് ജഗജാല കില്ലാടിയല്ലേ, അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ ഇവനെ തന്നെ ഏൽപ്പിച്ചത്. എല്ലാം നീ ശരിക്കും ശരിയാക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചോദിച്ചു എനിക്ക് നാണാവും. അമ്മച്ചി അങ്ങോട്ട് ചെന്ന് മോളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവാ. പ്രേമ വിവശയാണ് അവൾ. എന്നാ നമുക്ക് അവളെ ഒന്ന് പോയി കാണാം. എനിക്ക് നാണമാവും അവളിപ്പൊ കാണാൻ. നീ പോയി കണ്ടാ മതി. കാശ് തന്നില്ല. നിക്ക് ഇപ്പൊ തന്നെ ധാരാളം കാശ് പറ്റിയിട്ടുണ്ടല്ലോ, അതുപോലെ. ദേ കാര്യം കഴിഞ്ഞപ്പോ ഒരു മാതിരി മറ്റടുത്ത വർത്തമാനം പറയരുത്. ജീവൻ പണയം വെച്ചിട്ടാ ഞാൻ ഈ പണി ചെയ്തത്, അറിയോ? എല്ലാം കൂടി 1 ലക്ഷം രൂപയുടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബാക്കി 2 ലക്ഷം രൂപ ഇപ്പൊ തരണോ അതോ ചാൾസിന് തനി നിറം കാണണോ? നീ ശ്വാസം വിട് പോലെ, ശ്വാസം വിട്. പിന്നല്ലാണ്ട് നീ എന്നാ തനിയറം കാണിക്കാനാ? പല കേസുകളായിട്ട് നീ എനിക്ക് 50,000 രൂപ തരാനുണ്ട്. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോഴേ പവലോച്ചോ പെണ്ണ് തിരിച്ചു മടത്തി കയറും. അല്ലെങ്കിൽ എന്റെ പുറകെ വാലാട്ടിപ്പട്ടി കണക്ക് ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കും. എന്ത് വേണോ ഇപ്പൊ? മോള് എന്നെ പോലെ ഒരുത്തന്റെ വെപ്പാട്ടി ആവൂന്ന് പറഞ്ഞ പലോസിന് എന്റെ നാണക്കേട്. നീ പിണങ്ങാതടാ മോനെ. അന്യം നിന്നുപോയ തറവാട് നിലനിർത്തിയവനാ നീ. ബാക്കി 2 ലക്ഷം രൂപ. താങ്ക് യു. അയ്യോ പൗലോച്ചേ, മൂടുണ്ടല്ലോ. നല്ല മണം. നോട്ടി തുടരുത്. ഇനി ഇതുപോലെ ആരെങ്കിലും എവിടെന്നെങ്കിലും ഇറക്കാനുണ്ടെങ്കിൽ എന്നെ തന്നെ ഏൽപ്പിക്കണേ. എന്ത് ദ്രോഹമാ പൗലോച്ചൻ കാണിച്ചത്? ആ കാശ് എനിക്ക് തരാമല്ലായിരുന്നു. ഞാനല്ലേ ഐഡിയ പറഞ്ഞു തന്നത്. നമ്മൾ വാക്ക് പറഞ്ഞില്ലയോ? അതൊക്കെ ടിക്കറ്റിന്റെ ഒരു പ്ലേ അല്ലേ? ഓ അത് സാരമില്ല. എന്റെ കുടുംബം രക്ഷപ്പെട്ടില്ലേ? തനിക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. എന്നാ ഞാൻ പോയി മോളെ വിളിച്ചോണ്ടല്ലേ. അയ്യോ ചതി പറ്റിയ ചതി പറ്റി. നിന്നെ ഈ പ്രായത്തിൽ ആരാണ് ചതിച്ചത്? എന്നെയല്ല, നമ്മുടെ മോളെ. അത് പ്രേമിച്ചതിനിടയ്ക്ക് പറ്റിപ്പോയൊരു അബദ്ധമായിരിക്കും. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, പ്രായം അതല്ലയോ. അതല്ല, അവൻ കൊണ്ടുവന്ന് നമ്മുടെ മോളെ അല്ല. നീ എന്തൊക്കെയാണ് പറയുന്നത്? സത്യം പറയുന്നത്. അത് ത്രേസ്യമായി ചേട്ടത്തേക്ക് മുറി തെറ്റിപ്പോയതായിരിക്കും. വാ പോലെ അച്ഛൻ, നമുക്ക് പോയി നോക്കാം. ഇതേതാ ഈ പെണ്ണ്? ഇത് തന്നെ അവൻ കൊണ്ടുവന്ന പെണ്ണ്. എന്നതാ വെച്ചതിന്റെ പേര്? അന്ന. അന്നേ ചാൾസിന്റെ കൂടെ വന്ന? അതെ. എന്റെ കർത്താവ്, അന്ന മാറിപ്പോയി അല്ലേ? അതേടാ പുല്ലേ.